ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 3. ക്ഷീണിച്ച കൂടാരങ്ങൾ. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം. കൂടാരം ക്ഷീണിച്ചിരിക്കുന്നു. കെനിയയിലെ നെയ്റോബിയിൽ ഒരു സഭയിൽ പാസ്റ്ററായിരിക്കുന്ന എൻ്റെ സുഹൃത്ത് പോളിൻ്റെ വാക്കുകളായിരുന്നു അത്. 2015 മുതൽ കൂടാരം പോലുള്ള ഷെഡിലാണ് സഭ ആരാധിക്കുന്നത്. ഇപ്പോൾ പോൾ എഴുതി, ഞങ്ങളുടെ കൂടാരം ജീർണിച്ചിരിക്കുന്നു, മഴ പെയ്യുമ്പോൾ അത് ചോർന്നൊലിക്കുന്നു. അവരുടെ കൂടാരത്തിൻ്റെ ഘടനാപരമായ ബലഹീനതകളെക്കുറിച്ചുള്ള എൻ്റെ സുഹൃത്തിൻ്റെ വാക്കുകൾ നമ്മുടെ മാനുഷിക നിലനിൽപ്പിൻ്റെ ദുർബലതയെക്കുറിച്ചുള്ള അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. നമ്മുടെ ദുർബലമായ മനുഷ്യ അസ്തിത്വത്തെക്കുറിച്ചുള്ള അവബോധം താരതമ്യേന ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിലും പ്രായമാകും തോറും നാം അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നു. തീർച്ചയായും സമയം നമ്മുടെ പോക്കറ്റടിക്കുന്നു. യുവത്വത്തിൻ്റെ ചൈതന്യം വാർദ്ധക്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് മനസ്സില്ലാ മനസ്സോടെ കീഴടങ്ങുന്നു. നമ്മുടെ ശരീരം, നമ്മുടെ കൂടാരങ്ങൾ ക്ഷീണിച്ചു പോകുന്നു. എന്നാൽ ക്ഷീണിച്ച കൂടാരങ്ങൾ ക്ഷീണിച്ച വിശ്വാസത്തിന് തുല്യമാകേണ്ടതില്ല. പ്രായമാകുമ്പോൾ പ്രതീക്ഷയും ഹൃദയവും മങ്ങേണ്ടതില്ല. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. അപ്പോസ്തലൻ പറയുന്നു, നമ്മുടെ ശരീരങ്ങളെ ഉണ്ടാക്കിയവൻ തൻ്റെ ആത്മാവിലൂടെ നമ്മിൽ വസിക്കുന്നു. ഈ ശരീരത്തിന് മേലാൽ നമ്മെ സേവിക്കാൻ കഴിയാതെ വരുമ്പോൾ ഒടിവുകൾക്കും വേദനകൾക്കും വിധേയമല്ലാത്ത ഒരു വാസസ്ഥലം നമുക്കുണ്ടാകും. നമുക്ക് കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ചിന്തിക്കുക, ക്രിസ്തു തൻ്റെ ആത്മാവിനാൽ നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ദൈവത്തിന് മഹത്വം.